കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ 38 വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. CBSEയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹാൾ ടിക്കറ്റുകൾ നൽകിയിട്ടും പരീക്ഷാഫലം തടഞ്ഞുവെച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉറപ്പായിട്ടും ആശങ്കയിലാണ്. 10ാം ക്ലാസ് പരീക്ഷാഫലം ഈ സ്കൂളിൽ എത്തിയില്ല എന്നുള്ളത്. എന്താണ് സ്കൂൾ നൽകുന്ന വിശദീകരണം? എന്താണ് രക്ഷിതാക്കളുടെ ആശങ്ക? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. അവിടെ ചിന്മയ വിദ്യാലയത്തിലെ ഒരു ഡിവിഷനിലെ 38 വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷാ ഫലമാണ് ഇപ്പോൾ CBSE തടഞ്ഞു വച്ചിട്ടുള്ളത്. അതിന് കാരണമായി അധ്യാപകർ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ പറയുന്നത് സ്കൂളിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ പിഴവ് തന്നെയാണ്. അത് ഇന്നലെ നമ്മൾ പ്രിൻസിപ്പളുടെ പ്രതികരണം എടുത്തിരുന്നു. പ്രിൻസിപ്പളും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാങ്കേതിക പിഴവ് സ്കൂളിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവർ സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജായി എടുത്ത് പഠിച്ചവരാണ്. അവരുടെ 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഈ രണ്ടാം ലാംഗ്വേജിന്റെ, അതായത് സെക്കൻഡ് ലാംഗ്വേജിന്റെ കോഡ് രേഖപ്പെടുത്തിയത് സ്കൂളിന് മാറിപ്പോയി. അതിനുശേഷം അത് തിരുത്താൻ ഉള്ള സമയപരിധിക്കുള്ളിൽ അത് സ്കൂൾ അധികൃതർ തിരുത്തിയുമില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പിഴവ് സ്കൂളിന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സ്കൂൾ അതിൽ നൽകുന്ന വിശദീകരണം, ഇന്നലെ പ്രിൻസിപ്പൽ തന്നെ നൽകിയ വിശദീകരണം, അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു. അതിനുശേഷം അത് തിരുത്തുന്നതിന് വേണ്ടി ആ സമയപരിധിയിൽ സാധിച്ചില്ല. പിന്നീട് CBSE അതിന് തിരുത്താനുള്ള അവസരം നൽകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഈ കുട്ടികളുടെ ഭാവി വെച്ച് ഒരു തരത്തിലും നടപടി ഉണ്ടാവരുത് എന്ന് കൃത്യമായി തന്നെ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് CBSE ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ നൽകിയത്. ഹാൾ ടിക്കറ്റ് നൽകി പരീക്ഷ എഴുതിയതിനു ശേഷം എന്തിനാണ് ഈ പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇനി ഇതിൽ അന്തിമമായൊരു തീരുമാനമെടുക്കേണ്ടത് CBSE ആണ്. CBSEയുടെ ഒരു പ്രതികരണം ഇതിൽ വന്നിട്ടില്ല. സ്കൂൾ അധികൃതർ പറയുന്നത് അവർ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പരീക്ഷ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ അവസരം വരും, അല്ലെങ്കിൽ അത് അപേക്ഷ നൽകേണ്ട തീയതി വരും. അതോടൊപ്പം തന്നെ തുടർ പഠനത്തിനുള്ള നടപടിക്രമങ്ങൾ തന്നെ വേഗത്തിൽ നടക്കും. അതൊക്കെ തന്നെയും ആശങ്കയുടെ ഒരു കാര്യമാണ്. 38 വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശങ്കയിൽ. CBSE 10ാം ക്ലാസ് പരീക്ഷാ ഫലം കാത്തിരിക്കുന്നു ആ സ്കൂളിലെ കുട്ടികൾ എന്നതാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.